നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകൾ. ഓണക്കാലം അത്തം കഴിഞ്ഞു, ഓണം അടുത്തിനം വരുന്നു. എല്ലാവർക്കും മുൻകൂറായിട്ട് ഓണാശംസകൾ. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് കുര്യൻ ജോസഫ് സാറിന് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ പ്രണാമർപ്പിക്കും. മറ്റൊന്ന് CPM-ൻ്റെ നേതാവ് ചടയൻ ഗോവിന്ദന്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുമ്പിലും നമ്മൾ ശിരസ് നമസ്കാരം. സുപ്രസിദ്ധ പിന്നണി ഗായിക ജ്യോത്സനായുടെ ജന്മദിനമാണ്. ആ യുവതിക്കും എൻ്റെ ഗ്രൂപ്പിനും ജന്മദിന ആശംസ. ബഹുമാന്യൻ, നമ്മുടെ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള നല്ല സരസനാണ്, ചിരിച്ചിരിക്കും എപ്പോഴും. സാമാന്യം BJP നേതാക്കളിൽ കുറച്ചുകൂടിയൊക്കെ അമിക്കബിൾ സ്വഭാവമുള്ള ആളാണ്. അതിനാദ്യമായിട്ട് ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കട്ടെ. പിള്ള സാറേ, അങ്ങ് അഡ്വക്കേറ്റാണ്, 100 പുസ്തകം രചിച്ചിട്ടുണ്ട്, സരസനാണ്, അല്പമൊക്കെ വിവരമുള്ള ആളാണ്. ഈ മനഃശാസ്ത്രം എന്ന് പറയുന്നത്, ഫിലോസഫി എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങയുടെ അടുത്തുകൂടി പോലും പോയിട്ടില്ലെന്ന് തോന്നലിൽ ദുഃഖമുണ്ട്. കാരണം എൻ്റെ മുൻപിൽ വന്ന് മറ്റൊരാളെക്കുറിച്ച് മോശം പറയുന്ന ഒരാൾ അവിടെ ചെന്ന് എന്നെക്കുറിച്ച് മോശം പറയുന്നുള്ളൊരു ഫിലോസഫി ഉണ്ട് സാർ. അതെന്ത് സാർ മനസ്സിലാക്കാത്തത്? പറവൂർ ഭാഗത്തോട്ട് ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ എന്തോ പരിപാടിക്ക് വന്നപ്പോൾ താങ്കൾ പറഞ്ഞ ചോദ്യമുണ്ട്. ഗോവയിൽ ക്രിസ്ത്യാനികൾ 36% അതിപ്പോൾ 26% കുറയുന്നു. മറിച്ച് മുസ്ലിങ്ങൾ 3%, മുസ്ലിങ്ങൾ 14% വർദ്ധിക്കും, 4-5 ഇരട്ടി. അപ്പം അദ്ദേഹം സങ്കടം ക്രിസ്ത്യാനി കുറയുന്നില്ല, മുസ്ലിം വർദ്ധിക്കലാണെന്ന് കൂടി പറയുന്നു. അപ്പം നമ്മൾ, കാരണം ആ യോഗത്തിലിരിക്കുന്ന ആൾക്കാർ എല്ലാവരും മണ്ടന്മാരാണോ സാർ? നമ്മുടെ ക്രിസ്തീയ സഭാ നേതാക്കളും ജോർജൊക്കെ പറയുന്നത്, ഏതോ ഒരു ജിഹാദി വന്ന് ചിരിച്ചു കാണിച്ചാൽ അവനിവിടെ ഇറങ്ങിപ്പോകുന്ന ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്ന് പറയുമ്പോഴേ, മറ്റേതൊരു സമുദായത്തോടൊപ്പം തന്നെ ഒരുപടി മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളാണ് അല്ലെങ്കിൽ യുവതികളാണ് ക്രിസ്ത്യ സമുദായത്തിലെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ. ആ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കല്ലേ? നിങ്ങളത് മനസ്സിലാക്കാത്തത്? അങ്ങനെ ഏതെങ്കിലും താടിക്കാനോ ജിഹാദി വന്ന് ചിരിച്ചടിച്ച് പോകാൻ മാത്രം വിവരമുള്ളൂ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക്? നിങ്ങൾ പറയുമ്പോഴേ അതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ പാർശ്വഫലം കൂടി ശ്രദ്ധിക്കണ്ടേ? അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനകത്ത് മണ്ടൻ എന്നുണ്ട്. അപ്പോൾ സഭാ നേതൃത്വം ജോർജ് മനസ്സിലാക്കേണ്ട കാര്യം, ഏതോ ഒരു താടിക്കാരൻ അല്ലെങ്കിൽ ജിഹാദി അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരൻ വന്ന് ഒന്ന് ചിരിച്ചു കാണിച്ചാൽ, 2 ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താൽ അതിൻ്റെ കൂടെ നമ്മുടെ വെമ്പിളി ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടികൾ അതിനേക്കാൾ വലിയ ആക്ഷേപം വരേണ്ടോ? അവർ തിരുത്തണം. ഇപ്പോൾ ശ്രീധരൻ സാറ് അവിടെ ഒന്ന് പറഞ്ഞ് ചോദ്യം അറിയൂ. ക്രിസ്ത്യൻ സമ്മേളനത്തിൽ വന്നിട്ട് അവിടെ മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു, 4-5 ഇരട്ടിയായി, ക്രിസ്ത്യൻ കുറയുന്നു എന്ന് പറയുമ്പോഴേ ആ സദസ്സിലിരിക്കുന്ന ഒരു മുഴുവൻ പേരും മണ്ടന്മാരായിരിക്കുമോ? എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നവർ മനസ്സിലാക്കൂലേ? അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ലേ? എന്താ സാർ മനസ്സിലാക്കാത്തത്? എനിക്ക് നാണക്കേടാണ് സാറിനെ പോലെ ഒരു വലിയൊരു വ്യക്തിത്വം ഇങ്ങനെയൊക്കെ കൊച്ചായി പോകുന്നത്. അത് ഉദാഹരണം പറഞ്ഞാൽ വേറെ ഒരു ഒട്ടൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞാലേ പെട്ടെന്ന് അറിയുള്ളൂ. ഞാൻ കുറ്റമല്ല പറയും, ഗോപാലകൃഷ്ണൻ ചേട്ടനാണ് അറിയും. അദ്ദേഹം തൃശ്ശൂർ ഇതുപോലെ ഓട്ടോടിച്ച് ഇപ്പോൾ ക്രിസ്ത്യാനികൾ എടുത്തിയെന്ന് പറഞ്ഞാലോ, തൃശ്ശൂർ പട്ടം മുഴുവൻ മുസ്ലിങ്ങൾ കയ്യേറി, നിങ്ങൾക്ക് ഇവിടെ നോക്കണമെന്ന് പറയും. അപ്പോൾ അവർ ബുദ്ധിമുള്ള ക്രിസ്ത്യൻ മനസ്സിലാക്കൂലേ? അവിടെ ചെല്ലുമ്പോൾ അവന് ഇതും പറയുന്നു. അപ്പം അങ്ങനെയല്ല നമ്മുടെ പാർട്ടി വളർത്തുന്നത്, അങ്ങനെയല്ല. അവിടെയാണ് BJP ഇത്രയും കാലമായിട്ട് കേരളത്തിൽ വളരാത്തത്. നിങ്ങൾ തനി വർഗീയത പറയുന്നത് ആൾക്കാർ മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്യില്ല ശ്രീധരൻ സാറേ. ഞാൻ അങ്ങോട്ട് വളരെ സ്നേഹത്തിൽ പറയണം, കുറ്റാറില്ല. ഇപ്പം ഇന്നലെ നാളെ ഞങ്ങൾക്ക് ചിലപ്പോൾ BJP ആശയത്തോടോ അല്ലെങ്കിൽ BJP സ്ഥാനത്തേക്ക് പോകേണ്ടി വരും, പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാലചക്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ ശരിയാക്കാൻ നാളത്തെ ആചാരമാകുന്ന കുമാരനാശൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ BJP ആയിട്ട് പോലും അല്ലെങ്കിൽ സംഘപരിവാറായിട്ട് പോലും അല്ലെങ്കിൽ NDA പോലും ചിലപ്പോൾ സഹകരിക്കേണ്ടി വന്നേക്കാം, പറയാൻ പറ്റില്ല, രാഷ്ട്രീയമാണ്. പക്ഷേ
അപ്പോഴും ഞങ്ങൾക്ക് നാണക്കുണ്ടാക്കരുത് എന്ന് ആമുഖമായിട്ടും സ്നേഹത്തിൽ പറയണം. പിന്നെ മറ്റൊരു കാര്യം, കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസും പിന്നെ AAP തമ്മിൽ തെറ്റി AAP 20 സീറ്റിലും മത്സരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കോൺഗ്രസിനെ ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജയപ്രകാശ് നാരായൺജി ജനതാ പാർട്ടി ഉണ്ടാക്കി മുന്നേറിയതെങ്കിൽ അവിടെ അദ്ദേഹം 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഇതിൽ കോൺഗ്രസ് അല്ലാത്ത എല്ലാവരും ചേർക്കണം. പിന്നെ ഞാൻ ഒരു സ്ഥാനത്ത് ഇരിക്കുകയില്ല. അത് രണ്ടും വളരെ യുക്തിയായിരുന്നു. അതുകൊണ്ട് ആ പ്രസ്ഥാനം വിജയിച്ചു, ഭരണത്തിൽ കയറി. പിന്നീട് പോയത് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ എനിക്കെല്ലാം പ്രധാനമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് തെറ്റി. മറ്റൊന്ന്, തൊട്ടവർ തൊടൂല, ചിലർ തൊടൂല. BJPക്കാൾ വർഗീയമായി ചിന്തിക്കുന്ന പിന്നെ പ്രാദേശികവാദം പറയുന്ന ശിവസേന ആണ് ബോംബെയിൽ ആ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. ആ ശിവസേനയായിട്ട് കോൺഗ്രസ് ഒക്കെ ഉണ്ടാക്കിയ ഒരു പ്രയാസമില്ല, സമ്മതിച്ചു. അത് നമ്മുടെ സുധീരനെ എതിർത്തല്ലോ, സുധീരനെ എതിർത്തു. അത് സുധീരൻ്റെ മറ്റൊരു രീതി. എന്തുമായിട്ട് നല്ല കാര്യം, ഇപ്പം അങ്ങനെ പോവാണ്, കർമാരണം കിട്ടുമെന്നു. പക്ഷേ അതേ സമയത്ത് വൈസ് പാർട്ടി ചേർക്കൂല, ആസാമിൽ പാർട്ടി ചേർക്കൂല, മറ്റേ ചേർക്കൂല, BSP ചേർക്കൂല. എന്താണ് സാർ? അപ്പം എന്താ BSP എന്നത്? അത് ദളിതൻ, ഒവൈസിക്ക് പിന്നോക്ക, അല്ലെങ്കിൽ മുസ്ലിം, അതൊന്നുമില്ല. സവർണനാണെങ്കിൽ ചേർക്കാം, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? അതാണ് ഇവിടെ പറ്റുന്ന കുഴപ്പം. അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയായിട്ട് ഒരു കാരണവശാൽ തെറ്റാതെ നിങ്ങൾക്ക് ഹരിയാനയിൽ നിൽക്കുന്നല്ലേ ബുദ്ധി. പക്ഷേ ഡൽഹിയിൽ സക്യൂട്ടായിട്ട് ഒന്നും കിട്ടിയില്ലെന്നാ പറഞ്ഞത്. അത് അവിടെ അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ ഒന്നുണ്ടോ? ഓക്കെ, ഞാനത് പറഞ്ഞോളൂ ആമുഖമായിട്ട്. നമ്മുടെ വിഷയം ഇന്ന് കേരള രാഷ്ട്രീയമാണ്. കേരള രാഷ്ട്രീയത്തിൽ CPM എന്ന പാർട്ടി, ഇന്നലെ ഞാൻ വീണ്ടും പറയണം, ഏത് നിലയിലെത്തി ഇന്ത്യയിൽ, കേരളത്തിൽ വീണ തലയില്ലാത്ത അവസ്ഥയിൽ, അട്ടർലി ഫെയിലിയർ. BJP കാണുന്നതല്ലേ, CPM ഇപ്പം കാണുന്ന ബുദ്ധി എന്നറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഒരു ന്യൂനം 10-30% മുസ്ലിങ്ങൾക്ക് കുറച്ച് വോട്ട് കിട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം അസംബ്ലി ജയിച്ചത്. അല്ല, ശബരിമല സീസൺ കൊണ്ടൊന്നല്ല. ശബരിമല സീസൺ കൊണ്ട് ജയിച്ചെങ്കിൽ പിന്നെ പാർലമെന്റ് ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റുപോയില്ലേ? 2 പഞ്ചായത്ത് ഇലക്ഷനിലും 2 പാർലമെന്റ് ഇലക്ഷൻ തോറ്റുപോയി. അപ്പോൾ അതെല്ലാം കാണാം. അത് മുല്ലപ്പള്ളി രാമചന്ദ്രനും മറ്റു ചില മണ്ടന്മാർക്കും പറയാമെന്നല്ലാതെ അതെല്ലാം കാണാം. മുസ്ലിം സമുദായത്തിൽ കോൺഗ്രസിലെ UDFനോട് ചില വ്യക്തിവിരോധം കൊണ്ട് അല്ലെങ്കിൽ ചില കാരണം കൊണ്ട് കുറച്ച് വോട്ട് മാറ്റി ചെയ്ത് അങ്ങനെയാണ് 99 സീറ്റ് 100 കിട്ടിയത്. അത് കിട്ടി പേരിന് ഈ സമുദായത്തെ മാർക്സിസ്റ്റ് പാർട്ടി വഞ്ചിച്ചു, പറ്റിച്ചു, തകിട കാണിച്ചു. പക്ഷെ പാർലമെന്റ് ഇലക്ഷൻ വന്നപ്പോൾ അത് സക്സസ് ആയില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ഞങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ LDF വിരോധം കൊണ്ടല്ല. പക്ഷെ ഇവിടെ UDF ജയിച്ചില്ലെങ്കിൽ പിന്നെ വരുന്നത് BJP ആണ്. അപ്പോൾ അത് എൻ്റെ ആശയമല്ലേ പറഞ്ഞത്, ഇവിടെ എൻ്റെ കേരള മുസ്ലിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയക്കാരൻ, എൻ്റെ ആശയം വേറെയാണെന്നൊക്കെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് UDFനെ വളർത്തുക. അതുകൊണ്ടാണ് വോട്ട് ചെയ്യാതിരിക്കുന്നത്, അല്ലാതെ LDFന് വിരോധം കൊണ്ടല്ല പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ LDFനും AK സെനിലും ഒരു കാര്യം മനസ്സിലായി, ഇനി അടുത്ത അസംബ്ലി ഇലക്ഷനിലും മുസ്ലിം സമുദായത്തിന് വോട്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? പരമാവധി ഹിന്ദു വോട്ട് സംഘടിപ്പിക്കുക. അതിനുവേണ്ടി RSS സഹകരണയിൽ കുഴപ്പമില്ല. അങ്ങനെ രഹസ്യ ക്ലാസ് എടുത്ത് പാർട്ടിയിൽ ഏതാണ്ട് നേതാക്കളിൽ പലവരെയും അവർ ചാക്കിട്ട് ട്രെയിനിങ് കൊടുത്ത് അവർ വെച്ചു. പക്ഷെ അണികൾ സമ്മതിച്ചില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP സംബന്ധിച്ച് UDFന് തകർത്ത് കഴിഞ്ഞാൽ BJP വളരുമെന്നാണ് അവർ ആദ്യം കണക്കൂട്ടിയത്. പക്ഷേ അതിനുശേഷം അത് ശരിയല്ല എന്ന് അവർ മനസ്സിലാക്കി. പിന്നെന്താ ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുത്വ പാർട്ടിയല്ല, ഹിന്ദു പാർട്ടി വരെ, ഹിന്ദു പാർട്ടി ഇപ്പോഴും CPI തന്നെയാണ്. അപ്പം അതിനെ പൊളിച്ചാൽ മാത്രമേ കേരളത്തിൽ BJPക്ക് സാധ്യത ഉണ്ടാവൂ എന്ന് അവരത് കണ്ടുപിടിച്ചു. ഞാൻ അവരതിനും കുറ്റം പറയുന്നില്ല, കാരണം രാഷ്ട്രീയമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ പാർട്ടി ജയിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. അത് ഏതുപോലെയെന്ന് വെച്ചാൽ, പണ്ടൊരു വക്കീല് ഒരു കുറ്റവാളിക്ക് വേണ്ടി കേസ് വാദിച്ച് ജയിപ്പിച്ചെടുത്തു. അത് ഇദ്ദേഹം ജഡ്ജി ചെയ്തപ്പോൾ ഇദ്ദേഹം ശിക്ഷ കൊടുത്ത്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ നിങ്ങളുടെ വക്കീലാണ്, അപ്പം നിങ്ങളുടെ രക്ഷപ്പെടുത്തേണ്ടത് എൻ്റെ ഒരു ആവശ്യമാണ്.
അതേസമയം ഇന്ന് ഞാൻ ജഡ്ജിയാണ്, ജഡ്ജി നീതിമാനാണ്. അപ്പം നിങ്ങൾ കുറ്റവാളി എനിക്കറിയാം, അത് നിങ്ങൾ ശിക്ഷ തന്നത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ NDA അല്ലെങ്കിൽ BJP ചായ് കാണിക്കുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കും. അത് രാഷ്ട്രീയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ BJP സംബന്ധിച്ച് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ അവർ ഭരണം നിലനിർത്താൻ വേണ്ടി പല അഭ്യാസം കാണിക്കും. അത് അവരുടെ കഴിവ്. അത് കൗണ്ടറായിട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കണം, അല്ലാതെ അവർ കുറ്റപ്പെട്ട് കാര്യമുണ്ടോ? അതേ സ്ഥാനത്ത് അപ്പോൾ അവരൊരു കാര്യം മനസ്സിലാക്കി, ഹിന്ദുത്വ പാർട്ടി എന്ന നിലയിൽ CPM വീഴ്ച പറ്റിയാൽ മാത്രമേ ഇവിടെ ഇനി പിടിച്ചെടുക്കാൻ പറ്റും. അതാണ് കറക്റ്റ്. അപ്പോൾ അതിന് തകർക്കുക നേടും, കൂടെ നിന്നിട്ട് തകർക്കുക. അങ്ങനെ നിന്ന് എല്ലാ നിലയിലും കേരളത്തിൽ സംഘപരിവാറിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന്, പോലീസിൽ വന്ന്, മറ്റെല്ലാ സ്ഥലത്തും വന്ന്, അത് അവരുടെ പോളിസിയാണ്. അങ്ങനെ CPM എന്ന് പറയുന്നത് ഇന്ന് കോളാമ്പിക്ക് തൂക്കിയ ഓട് പോലെ, സോറി ഒരു മിനിറ്റ്, കോളാമ്പിക്ക് തൂക്കിയ ഓട് പോലെ ഒന്നിനും കൊള്ളില്ലാത്ത അവസ്ഥയിൽ. അത് പിണറായി ചിന്തിക്കുന്നത് അങ്ങനെ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വരുത്തിയതാണ് കേട്ടോ. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടി തകരാനും അല്ലെങ്കിൽ BJP വളർത്താനൊന്നുമല്ല. പക്ഷെ അദ്ദേഹം ആ ഘട്ടത്തിലായിപ്പോയി. അങ്ങനെയാണ് എനിക്ക് ശേഷം പ്രളയം പോലെ ആക്കുന്നത്. അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഒതുക്കുക എന്നുള്ളത് ചില വിദേശ ശക്തികളും ചില സംഘപരിവാർ നേതാക്കൾക്ക് ഉണ്ടായത്. അദ്ദേഹം വളർന്ന നേതാവാണ്, മിടുക്കനാണ്. അപ്പോൾ അത് തകർത്ത് തരും. അതിനാണ് ലാവ്ലിംഗ് കേസ് ഉണ്ടാക്കിയത്. ഒരു ആവശ്യമില്ലാതെ അഴിമതി അലക്ക് ചെയ്യാൻ അവസരം കൊടുത്ത് കാശ് കിട്ടിയതിന് ശേഷം ഇത് പറ്റി പിന്നെ കേസ് കൊടുത്തു. അതേ സ്ഥാനത്ത് ലാലുജി പിന്നീട് പ്രധാനമന്ത്രി ആകാമെന്നാന്ന് ഞാൻ ആ പാർട്ടി ആളാണ് അറിയാറില്ലല്ലോ. ഞാൻ ഒരു നാൾ പ്രധാനമന്ത്രി ആകുന്നത് ലാലുജി പറഞ്ഞ് ഞങ്ങൾക്ക് ഇരിക്കുന്ന സ്റ്റേജിൽ തന്നെയാണ്. ആ മണ്ടൻ ലാലുജി എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അഴിമതി ചെയ്തോ ചെയ്തില്ലയോ അങ്ങനെ അഴിമതി ആരോപണം ഉണ്ടാക്കാവോ? ആ അഴിമതി ആരോപണത്തെ പേരിൽ അയാൾ കൊച്ചായി മുഖ്യമന്ത്രി ആയില്ല, മന്ത്രി ആയില്ല, ഒന്നുമില്ല, ജീവിതം അവസാനിക്കാൻ പോകണം. അത് മായാവതി ഞാനും ഒരു നാൾ പ്രധാനമന്ത്രിയാവും, ശരിയാണ്, യോഗ്യതയുണ്ട്. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പ്രധാനമന്ത്രി ആകുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ കരുക്കൾ നീക്കണം. ആരോപണം വരാൻ പാടില്ല, പരാതി വരാൻ പാടില്ല. തന്നെയുമല്ല, ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ഒരു കേരള മുഖ്യമന്ത്രി എടുക്കാം, അദ്ദേഹത്തിൻ്റെ കീഴിലെ ബഡ്ജറ്റ് അവർ എത്ര 1000 കോടിയാണ്. അത് ഏതാണ്ട് 10% വരെ കമ്മീഷനായിട്ട് കിട്ടുമല്ലോ, എടുക്കുന്നൊക്കെയാണ് പുറത്ത് കേൾക്കുന്നത്. അത് തന്നെ 10,000 കോടി ഉണ്ടെങ്കിൽ 10% 1000 കോടിയാണ്. ഇത് 10,000 എത്ര 10,000 ഉണ്ട് ബഡ്ജറ്റ് ഒരു കൊല്ലത്തെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കിട്ടിയാൽ പോരും. പിന്നെ ഈ നക്കാപ്പിച്ച ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവൊക്കെ ഈ പിരിവെടുത്ത് കാശ് മനസ്സിലാക്കാം. മറ്റേ ഈ ആലപ്പുഴ കരിമൽക്കാരോടൊക്കെ മനസ്സിലാക്കാം. രാജ്യം ഭരിക്കുന്ന കക്ഷിക്ക് അതിൻ്റെ ആവശ്യം. അവർ ചെയ്യുന്ന ഇടപാടിൽ 10% കമ്മീഷൻ വരില്ലേ? അത് കോൺട്രാക്ടർ കൊണ്ടു കൊടുക്കും, ചോദിക്കണ്ട. ഒരു വാർഡിൽ പണിയെടുക്കാൻ 5-10% കമ്മീഷൻ കൊടുക്കൊണ്ടു. എനിക്കറിയില്ല എത്ര കിട്ടത്. അപ്പോൾ പിന്നെ എത്ര കോടി? പിന്നെ ഈ നാട്ടുകേസ് പോകണോ? അതുകൊണ്ട് പിണറായി സഖാവേ, കമ്മ്യൂണിസ്റ്റ് സഖാവേ, നിങ്ങൾ ഇന്നത്തെ അവസ്ഥ എന്താ? നിങ്ങളുടെ തൂറി മെഴുകി കരുന്ന് നിൽക്കല്ലേ നിങ്ങൾ? തന്നെയുമല്ല, ഇതേ ചിന്താഗതിയിൽ നിങ്ങൾ ഈ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പിന്നെ എന്താണ് വഞ്ചിക്കുകയല്ലേ ചെയ്തത്. നിങ്ങൾ മുസ്ലിങ്ങൾക്ക് മൊത്തം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് കൊടുത്തത്? മന്ത്രിസ്ഥാനം കൊടുത്തോ? മറ്റു ഉദ്യോഗങ്ങൾ കൊടുത്തോ? എല്ലാ കേസിലും മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞത്. ആ മലപ്പുറം ജില്ലയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പോലീസുകാർ വച്ച് എത്ര ആയിരം നാശം ഉണ്ടാക്കി തരുമോ? ഇപ്പോൾ അവിടെ ഈ പഴയ വണ്ടികളൊക്കെ ലേലം ചെയ്ത് പോകുന്നുണ്ട് പോലീസോട്. നിസ്സാര കാര്യത്തിൽ നാളെ നിങ്ങൾ പിണറായി സഖാവ് നിങ്ങളുടെ ഒരു ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിയാണ് അഷ്റഫിൻ്റെ മലപ്പുറത്ത്. അദ്ദേഹത്തിൻ്റെ ലോറി ഇറക്കിയിട്ട് പിറ്റേന്ന് പോലീസ് അത് കൊണ്ട് 15 ലക്ഷം കൊടുത്ത ലോറി പിറ്റേൽ നശിച്ചുപോയി. നിങ്ങളുടെ ലോക്കൽ സെക്രട്ടറി അല്ലതില്ല. അതുപോലെ 6 കോടി രൂപയുടെ ഈ പിന്നെ ലോറിയൊക്കെ പിടിച്ചിട്ട് അത് തുരുമ്പായി വിട്ട് ഇരുമ്പ് വിലക്കൂലും കിട്ടൂല. അങ്ങനെ കൊടുത്തിട്ട് 6 കോടി ആയെങ്കിൽ അതിൽ 100ൽ ഒരു 1000 ഇരട്ടിയെങ്കിലും കൂട്ടണ്ടേ അത്. അപ്പോൾ 6 കോടിയാണ് 6000 ഇരട്ടിയുടെ സാധനം നശിപ്പിച്ചു. മലപ്പുറം ജില്ലയിൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചില്ല. അത് 99% ഒരു പ്രത്യേക സമുദായത്തിനല്ലേ. ഇതൊന്നും നിങ്ങൾ അറിയില്ലേ? നിങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ചല്ലേ? നിങ്ങൾക്ക് ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഞങ്ങൾ കൊച്ചു പാർട്ടിയാണ് സാർ, ഞങ്ങളുടെ ജനതാദൾ നാഷണലിസ്റ്റ്. ആ പാർട്ടിക്ക് പോലും രഹസ്യമുണ്ട്. കൊച്ചു പാർട്ടിയാണ്. അപ്പോൾ പിന്നെ രാജ്യം കക്ഷി ഇൻ്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഒക്കെ ഇല്ലേ? അവർക്കറിയില്ലേ?
അപ്പം നിങ്ങൾ കരുതി കൂട്ടി ഈ സമുദായത്തെ പറ്റിക്ക് വഞ്ചിക്കലായിരുന്നു. മനസ്സറിഞ്ഞ് എവിടെയെങ്കിലും ഏതെങ്കിലും കാലത്ത് ഞാൻ അത്ര പറയാൻ കാരണം നിങ്ങൾ നശിച്ചു പോയിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടി അധ്യാപനം തല്ലും, അതിനടുത്ത് കുട്ടിയോട് സ്നേഹം ഇല്ലെന്നല്ല, സ്നേഹമുണ്ട്, പക്ഷെ ഒന്നുകൂടി നന്നാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്നുകൂടി CPM ഇനിയെങ്കിലും ഉള്ള CPM നന്നാകാൻ വേണ്ടി പറയുന്നത്, അല്ല CPM വിരോധം കൊണ്ട് പറയല്ല. അത് അങ്ങനെ ചെയ്യാവോ? വഞ്ചിക്കല്ലേ ഇത്? എന്ത് സഹായം ചെയ്ത് മാത്രമല്ല, എന്തൊരു ദ്രോഹം ചെയ്ത്. എവിടെയെങ്കിലും ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിൽ EMS അന്ന് ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. ബാക്കി എന്താണ് CPM ഈ കേരളത്തിൽ മുസ്ലിം സമുദായം ചെയ്തത്? ഒരു കാര്യം പറയൂ. അതിന് വോട്ട് ചെയ്യുന്ന കാക്കാന്മാരും കള്ളക്കാക്കാമെന്ന് പറഞ്ഞത് എന്നറിയുമോ? നിങ്ങൾക്ക് ആരും അറിയാതെ അന്ധമായ ചില വിരോധമൊക്കെ കോൺഗ്രസ് കാണിക്കുക, അത് കണ്ട പേരിലൊക്കെ കംപ്ലീറ്റ് മാറാൻ പറ്റുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, UDF-ഉം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഏതെല്ലാം സമയത്ത് കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. ഈ മുസ്ലിം സമുദായത്തിൽ എന്താ ചെയ്തത്? ഒരെണ്ണം കൊടുത്താൽ നിങ്ങൾ പറയാൻ പറ്റുമോ? അറബി അധ്യാപകരോ വെച്ചാൽ അത് മുസ്ലിം ലീഗാണ്, CH ഉമ്മയാണ്. ആ കൂടി മലപ്പുറം ജില്ല രൂപീകരിച്ചത്, അതാണ് നേട്ടം പറയുന്നത്. അതിൽ പിന്നെ ഒരു കാര്യം പറഞ്ഞു, CH ഉമ്മയുടെ വിദ്യാഭ്യാസം വന്നത് EMS കാലത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പം മലപ്പുറം ജില്ലയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതിൽ കോഴിക്കോട് വിമാനത്താവളം ഇരിക്കും, മലപ്പുറം ജില്ല. ഓക്കെ, അയ്യോ, വേറെ എന്താണ് ഈ സമുദായത്തിന് വേണ്ടി എത്ര അപേക്ഷ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്? നിങ്ങൾ 10 സെൻറ്റ് സ്ഥലം ഈ സമുദായത്തോട് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പറയും നിങ്ങൾ. അടുത്ത് പാലോളി മൂഹൂട്ടി സാഹിബ് പറഞ്ഞിട്ട് അൻവർ ഖാൻ തെറ്റാണ്. ഇന്നിപ്പം നമ്മുടെ ഷംസീർ ആ മണ്ട് ശിരോമണി പറയുന്നത് അറിയോ? RSS ഇന്ത്യയിൽ ഏറ്റവും വലിയ സംഘടനയാണ്, അതായിട്ട് അവിടെ പോയി കണ്ടതിൽ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അദ്ദേഹത്തെ പറയാം, തലശ്ശേരിയിൽ നിന്ന് കുറച്ച് RSS വോട്ട് കിട്ടിയാൽ ജയിക്കുള്ളൂ. ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പോൾ എന്തെങ്കിലും മുസ്ലിങ്ങൾ വോട്ട് കിട്ടില്ല കണ്ടപ്പോൾ എന്നാൽ പരമാവധി RSS ഉൾപ്പെടെ ഹിന്ദുക്കളുടെ വോട്ട് എടുക്കുക. ഹിന്ദുക്കൾക്ക് RSS മത്സരിക്കുന്ന 5-10 സീറ്റ് വെച്ച് ബാക്കിയുള്ള വോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ഭരണത്തിൽ കയറാനാ. അവിടെ എന്ത് അറിയുമോ? തൊമ്മൻ മുറുകെ വെച്ച് ആണ്ടി കഴിയും. ഇതാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ നിങ്ങൾക്കെതിരെയാവും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ചെത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ എത്ര ഭയാനകവും ഭീകരവുമാണ്, അതൊന്നും മനസ്സിലാകുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയാം. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി നിങ്ങൾക്കറിയാം, പിണറായി സഖാവ് നിങ്ങൾക്കറിയാം, സഖാക്കൾക്കും അറിയാം. അതേ 3 കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചെന്നപ്പോൾ സെക്രട്ടറിയാണ് പിണറായി വിജയനിലെ. അദ്ദേഹം ഇടപെട്ട് അദ്ദേഹം പിന്തിരിച്ച് മുഖ്യമന്ത്രിയെ നാട്ടിലേക്ക് തിരിച്ചു കൊടുന്നില്ലേ? അതേ സ്ഥാനത്ത് പിണറായി മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന ഒരൊറ്റ സഖാക്കളും കേരളത്തിലില്ല. കേരളത്തിൽ ഇത് മാത്രം ഇന്ത്യയിലും ഇല്ല. ഇന്ത്യയിൽ വർഗം കെട്ട നിന്ന് പോയില്ലോ, പ്രവൃത്തി കൊണ്ടാണല്ലോ. പശ്ചിമ ബംഗാളിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ അച്യുതാനന്ദനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ സംസാരിക്കാനേ ഇന്ന് ഒരു സഖാക്കളും ഇന്ത്യയിലില്ല. ഒരു മഹത്തായ സംഭവം നടന്നു. എന്താ നിങ്ങൾക്കറിയോ? സഖാക്കൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. മോഡി സർവാധിപതിയായി. അവസാനം ഞാൻ ജൈവ സൃഷ്ടി അല്ല എന്നവരും പറഞ്ഞ് ലാസ്റ്റ് ഇലക്ഷൻ അന്ന് പിന്നെ എവിടെ പോയിരുന്ന് കന്യാകുമാരിയിലിരുന്ന് ഭജനയൊക്കെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞാലും RSS നിങ്ങൾ പല RSS രഹസ്യമായിട്ട് ഇടപെട്ടിട്ട് ഇപ്പോൾ മോഡി കൂടി പറയിപ്പിക്കുകയാണ്. കാരണം RSS പറഞ്ഞത് നിങ്ങൾ വ്യക്തി വേണ്ട, എല്ലാം ഞാൻ എന്നുള്ളത് വേണ്ട. ഇവിടെ RSS സംഘടനയുണ്ട്, അത് വളരെ പ്രബലമാണ്, അത് വ്യക്തി അധിഷ്ഠിതമല്ല എന്ന് പറഞ്ഞാൽ അവർ രഹസ്യമടിച്ചായിട്ട് വെളിച്ചമായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞ് അത്യാവശ്യം ഭരണം കളയാതിരിക്കാൻ വേണ്ടി മാത്രം അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ കോൺഗ്രസ്സുകാരിയൊക്കെ അത് അവരുടെ ശ്രമം കൊണ്ടാണ്. അല്ലെങ്കിൽ UP മുലായം സിംഗിൻ്റെ മകൻ്റെ കഴിവുകൊണ്ടാണെന്നൊക്കെ ചെല്ലു പറയുന്നുണ്ട്. അതൊന്നുമല്ല, അവിടെ രഹസ്യമായിട്ട് സംഘപരിവാറിലെ ചില ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയില്ല. അതിനെ ചുരുക്കി പറഞ്ഞത് വോട്ട് ചെയ്യാൻ പോയില്ല. അത് വന്ന് അവസാനം അയോധ്യയിലുള്ള അവിടെ ആരാണ് ജയിച്ചത്? സമാജ്വാദി പാർട്ടിയുടെ ഒരു ദളിത് വിഭാഗങ്ങൾ. മറ്റേ വാരാണസിയിൽ അദ്ദേഹം ആദ്യം തോറ്റു എന്നാണ്, പിന്നെ ഒരു കണക്ക് ചെറിയ ഭൂരിപക്ഷം ജയിച്ചത്. കാരണം തോൽപ്പിത് മോശമല്ലേ? അതുകൊണ്ടാണ്. അതുപോലെ പിണറായി സഖാവിന് മുഖത്തോക്കി ചോദിക്കാൻ ഒരൊറ്റ സഖാവ് ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിയോ ഏതെങ്കിലും സ്റ്റേറ്റ് കമ്മിറ്റിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് നേതാക്കളുണ്ടോ? ഷണ്ണനായിക്കളഞ്ഞ എല്ലാവരും മന്ത്രിസഭ രൂപീകരണത്തിൽ അദ്ദേഹം ബാക്കി എല്ലാം അക്ഷര നിരക്ഷകുക്ഷികൾ. യാതൊരു കഴിവില്ലാത്ത കഴിവുള്ള ഏതെങ്കിലും മന്ത്രിയുണ്ടോ? ഏതെങ്കിലും മന്ത്രിയുണ്ടോ കഴിവുള്ള ദിവസം? കാരണം അദ്ദേഹത്തിന് മൂലം പറഞ്ഞാൽ അദ്ദേഹത്തെ അടുത്ത് കൊടുക്കുക ആരും വേണ്ട, എല്ലാവരും മാറ്റി.
അതുപോലെ ചോദിക്കുക ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ടോ? ഉത്തരം പറയടോ മുഖ്യമന്ത്രി. കാരണം മുഖ്യമന്ത്രിയെ സൃഷ്ടിച്ചത് പിണറായി അല്ല, അത് പാർട്ടിയാണെന്ന് അൻവർ ആരെങ്കിലും പറയാൻ തോന്നി. അതായത് MLA ആയി അൻവറിന് പോലും മുഖത്ത് നോക്കി ഈ ഭാഷ പ്രയോഗിക്കാൻ ശക്തി കിട്ടുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഒരാൾക്ക് മിണ്ടാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ചോദിക്കാൻ പറ്റില്ല. സഖാവേ നിങ്ങളുടെ പോക്ക് ശരിയല്ല, പാർട്ടി ക്ഷീണമാണെന്ന് പറയാൻ ഈ സെക്രട്ടറിക്കോ അതെ കൺവീനർ ആയിരുന്ന ആൾ അത് മറ്റൊരു മണ്ടബുദ്ധി അദ്ദേഹം പോവുകയും ചെയ്തു. അത് അദ്ദേഹം രാഷ്ട്രീയക്കാരാണ്. BJPയുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിക്കാൻ വന്നു. അല്ല, അദ്ദേഹം RSSന്റെ BJP ഓഫീസിൽ പോയതില്ല. അതും BJPയുടെ അതിനൊക്കെ വലിയ സംഘപരിവാറിൻ്റെ 2 നേതാക്കളെയും 10 ദിവസം ഗ്യാപ്പിനുള്ളിൽ ഈ നിയമപാലകനായ അദ്ദേഹം പോയിട്ട് അത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈ ഒഴിയുമ്പോഴേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരള മക്കളുണ്ട്. മാസ്റ്ററോടും ഒക്കെ പറയണം, കേരള മക്കളുണ്ട്. വടക്കേ ഇന്ത്യയേക്കാൾ പ്രത്യേകിച്ച് കുറച്ചുകൂടി വിവേകമുള്ളതാണ് മലയാളികൾ എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഒരു പരിധി ശരിയാണ്. ആ മലയാളികളുടെ മുമ്പിലാണ് നിങ്ങൾ ഈ അഭ്യാസം കാണിക്കുന്നത്. മനസ്സിലായില്ലേ? കളി കളിക്കരുത്. എന്ത് ന്യായമാണ് ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിൽ അല്ല മറ്റു ജില്ലയിൽ ഒക്കെ കാണിക്കുന്നത് ന്യായീകരണമാണോ? അതായത് കള്ളക്കടത്ത് സാധനം കൊണ്ടുവന്നെങ്കിൽ അവർ ശിക്ഷ കൊടുക്കണം, ഒരു സംശയമില്ല. അത് A or B ആരായാലും കള്ളക്കടത്ത് നിയമത്തിന് എതിരെ ചെയ്യുന്നെങ്കിൽ ശക്തമായ ശിക്ഷ കൊടുക്കും. അതൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമല്ല. അത് മലപ്പുറം ജയിലിൽ കൊടുക്കും, കോഴിക്കോട് ജയിലിൽ കൊടുക്കും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് വയറ്റിനുള്ളിൽ വെച്ച് ഈ യോനിക്കുള്ളിൽ സാധനം വെച്ച് കൊണ്ടുവന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത്ര കോപ്പിയാണ്. അതുപോലും അവിടെ മിഷനിൽ കാണും. സ്വർണം കാണാതെ മിഷൻ കാണും. അത് കാണാതെ ഈ സാധനം എല്ലാം പുറത്ത് വിട്ടിട്ട് 5-10 കിലോമീറ്റർ മാറി കഴിയുമ്പോൾ നമ്മുടെ ഈ പോലീസ് എന്ന് പിടിക്കാന്ന് പറയുമ്പോൾ എന്ത് കസ്റ്റംസിൻ്റെ ഇതാണ്? പിന്നെ എന്താണ് കസ്റ്റംസ് എന്നുള്ളത്? അപ്പോൾ ഈ കസ്റ്റംസിലിരുന്ന ഈ പോലീസ് ഓഫീസറും കസ്റ്റംസിൽ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരും ഒക്കെ ഒരു റാക്കറ്റാണ്. ഇവിടെ എല്ലാം പണമാണ്. അല്ല, ആദർശം പണമാണ്. അത് 150 കേസ് പിടിച്ച് അതിൽ പകുതിയാണ് ഉരുക്കേണ്ട കാര്യമില്ലല്ലോ. ഉരുക്കിയിട്ട് പകുതി ആണ് കാണിക്കാൻ, ബാക്കി പകുതി അവർ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ വളാഞ്ചേരി അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ളിടത്ത് ഒരു തട്ടാൻ ഇന്ന് കോടീശ്വരായി. അത് ഉരുക്കാൻ ഉപയോഗിച്ച് തട്ടാൻ പോലും കോടീശ്വരായെങ്കിൽ ഈ അതിൻ്റെ പകുതി കൊണ്ടുപോയി പോലീസുകാർക്ക് എത്ര കോടി ഉണ്ടാക്കണം? ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക സ്പെഷ്യൽ ബ്രാഞ്ച് അപ്പോൾ വിവരം തരുന്നില്ലേ മുഖ്യമന്ത്രി, ആഭ്യന്തര മന്ത്രി സാറേ, സഖാവേ? നിങ്ങളുടെ പോലീസ്, നിങ്ങളുടെ രഹസ്യാന്വേഷണം, നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അപ്പോഴപ്പോഴ് വിവരം തരും. കാരണം ഞങ്ങളിപ്പോൾ 4 പേര് അല്ലെങ്കിൽ 10 പേര് മീറ്റിംഗ് കൂടിയ ഉടനെ ഞങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് വരും. സാറേ അത് എത്ര രഹസ്യം, എത്ര ഭവ്യതയാണെന്നോ സാറേ, എത്ര പേര് നിങ്ങളുടെ കൂടെ എങ്ങനെയൊക്കെ ഒന്ന് പറയുമോ സാറേ എന്നറിയാം. അപ്പോൾ എല്ലാം അവർക്ക് പറയും, അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ അപ്പോൾ പിന്നെ ഇതുപോലെ നടത്തിയാണല്ലോ IG അല്ലെങ്കിൽ DIG ഒക്കെ ചലിക്കാൻ അവരെ കുറിച്ചൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെ ഈ 2 സ്ഥല സന്ദർശനത്തെക്കുറിച്ചും അല്ലെങ്കിൽ പൂരക്കച്ചവടത്തിന് തട്ടിപ്പിനെ കുറിച്ചൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച്, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം രഹസ്യാന്വേഷണം നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരും. അതൊന്നും നിങ്ങൾ മിണ്ടിയില്ല. അപ്പോൾ ആരും ഭയന്ന് അതല്ല, ഇരട്ടിച്ചങ്ങ് പോയിട്ട് ഒറ്റച്ചങ്ങ് പോയില്ലാത്ത അവസ്ഥയായി. നാട്ടിൽ കമ്മ്യൂണിസം തകർന്നാലുള്ള കുഴപ്പം ഞാൻ വീണ്ടും പറയുകയാണ്. കമ്മ്യൂണിസം തകർന്നാൽ വലിയ അരാജകത്വം വരും നാട്ടിൽ. കാരണം DYFI പിന്നെ SFI കമ്മ്യൂണിസ്റ്റ് സഖാക്കളൊക്കെ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടുമാണ്. അതായത് നിങ്ങളുടെ ആദ്യത്തെ പ്രചാരണം ചേമൻ്റെ ഇലയിലാണ് സാർ നിങ്ങൾ പറഞ്ഞു നടത്തിക്കൊണ്ടിരുന്നത്. ചേമൻ്റെ ഇല എഴുതിയാണ്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ കൈകൊണ്ട് എഴുതി ഉറക്കൊഴിഞ്ഞ് കൈകൊണ്ട് എഴുതിയാണ് നിങ്ങൾ പറഞ്ഞു നടത്തിയത്. അങ്ങനെ പാടുപെട്ട് പല മുസ്ലിങ്ങളും ക്രിസ്ത്യൻസൊക്കെ പറയും ഞങ്ങൾ പിടിയേരി ഇട്ടാണ് സമ്പാദിച്ചത് പോലെ. അങ്ങനെ പാടുപെട്ട് വളർത്തിയ ഈ പ്രസ്ഥാനത്തിന് ജനലക്ഷങ്ങൾ ഇന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പട്ടിണി കിടന്നാൽ പോലും പാർട്ടികൾ ഫണ്ട് കൊടുക്കാതിരിക്കില്ല. അങ്ങനെ സ്നേഹിക്കുന്ന ജനലക്ഷങ്ങളാണ് കേരളത്തിൽ പോലുള്ളത്. അവരൊക്കെ വികാരത്തെ ഒന്നും മാനിക്കാതെ കള്ളക്കെടുത്തുകാർക്കും കരിഞ്ചന്തക്കാർക്കും ദ്രോഹികൾക്കൊക്കെ കൂട്ടുന്ന നിങ്ങൾ സഖാവാണ്. ഞാൻ വളരെ പരുഷമായിട്ട് പറയാണ്. സങ്കടമായിട്ട് അവിടെ പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ വ്യക്തമായിട്ട് ഇതുമില്ല. ഇത് ഞങ്ങൾ പറഞ്ഞില്ലെന്ന് പറയുമോ ഈ പ്രസ്ഥാനം നശിച്ചു. ആ പ്രസ്ഥാനം നശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ലോകപരിധികളിൽ ഞങ്ങൾ ദീർഘവീക്ഷണം ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും RSSലേക്ക് BJPയിലേക്ക് പോകാൻ പറ്റുന്ന നേതാക്കൾക്ക്. അതിപ്പോൾ തിരുവനന്തപുരത്തായിട്ട് MP BJP പോകാൻ പോകുമെന്ന് പറഞ്ഞു.
അങ്ങനെ കേൾക്കുന്നു, അങ്ങനെ എല്ലാവരെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒക്കെ നിലപാടൊന്നും ക്ലിയർ പറയില്ല. മറിച്ച് സംഘപരിവാറിന് അല്ലെങ്കിൽ ഈ ഫാസിസത്തിനെതിരെ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുള്ള സംഘപരിവാർ പുസ്തകത്തിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും അത് പറയുന്നത്. ആ നിങ്ങൾക്ക് കുറുന്തോട്ടി വാദത്ത് വന്നാൽ കുറുന്തോട്ടി എടുക്കണേ. പക്ഷെ ഇവിടെ കുറുന്തോട്ടി വാദം വന്നല്ലോ. ആ നിങ്ങളിങ്ങനെ വളയമില്ലാതെ ചാടി തട്ടിപ്പടുത്തിയപ്പോഴേ ഇനി ആരോടാണ് ചെന്ന് പറയുക? അവർ സഖാക്കളെ നിങ്ങളുടെ സമ്മേളനത്തിൽ നിങ്ങൾ നട്ടിൽ നിവർത്തി അനീതിക്കെതിരെ പൊരുതി ഈ പ്രസ്ഥാനത്തെ സജ്ജമാക്കി നിർത്തണം, സജീവമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.